ഓർമ്മ വെച്ച കാലം മുതൽ പുറംലോകം കാണാതെ വയസ്സിനനുസരിച്ച് ലെവൽ 1 ലെവൽ 2 എന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടികളെ അടച്ചു വെച്ച് വളർത്തുന്ന ഒരു പ്രത്യേക സ്കൂൾ. ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന പ്രധാന വിഷയം വൃത്തിയായിട്ടിരിക്കുക, ഭംഗിയായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. സോ ഇതുപോലൊരു സ്കൂളിൽ വളരുന്ന നമ്മുടെ നായികയ്ക്ക് ഒരു ഘട്ടത്തിൽ എന്തൊക്കെയോ പന്തികേടുകൾ തോന്നി തുടങ്ങി. അത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോയ നമ്മുടെ നായികയ്ക്ക് സംഭവിക്കുന്ന ഒരു ക്രൂരതയെ പറ്റി പറയുന്ന സിനിമയാണ് 2018 പുറത്തിറങ്ങിയ ലെവൽ 16. നമുക്ക് ആ കഥയൊന്ന് കേട്ടു നോക്കാം. സോ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ, വെൽക്കം ബാക്ക് ടു മൂവി മന്ത്ര മലയാളം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു ഹോസ്റ്റൽ വരാന്ത പോലെ തോന്നിക്കുന്ന ഒരിടമാണ് കാണിക്കുന്നത്. അതിന് മുകളിലായി ലെവൽ 10 എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ ഏകദേശം 10 വയസ്സ് തോന്നിപ്പിക്കുന്ന 2 പെൺകുട്ടികൾ പരസ്പരം ലെവൽ 16 കഴിഞ്ഞാൽ നമുക്കൊരു നല്ല പാരൻസിനെ കണ്ടുപിടിച്ച് തരുമെന്നും എന്നിട്ട് നമുക്ക് സന്തോഷമായി ജീവിക്കാമെന്നൊക്കെ അവരുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതേസമയം അവിടെ ഒരു സൈറൻ മുഴങ്ങി. ഉടനെ തന്നെ എല്ലാവരും അവരുടെ കിടക്കയിൽ കിടന്നുറങ്ങാനായി തയ്യാറാവുന്നു. ഇതിൽ നിന്ന് തന്നെ ഈ സ്കൂള് എത്രമാത്രം സ്ട്രിക്റ്റ് ആണെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ സ്കൂളിൽ മറ്റൊരു സ്ട്രിക്റ്റ് ആയ വിഷയം എന്ന് പറയുന്നത് സ്കൂളിലുള്ള മുഴുവൻ കുട്ടികളും ക്ലീൻ ആയിട്ടിരിക്കുക. ഇവിടെ ടീച്ചേഴ്സ് ഒന്നും ഇല്ല എന്നതും മറ്റൊരു വശമാണ്. ഇവിടെയെല്ലാം ക്യാമറയാണ്. ഡെയിലി കുട്ടികൾ എല്ലാവരും ക്യൂവിൽ നിൽക്കണം. അവിടെ ക്യാമറയുടെ മുൻപിൽ വന്നു നിന്ന ശേഷം അവിടെ ഒരു ഗ്രീൻ ലൈറ്റ് കത്തും. ആ സമയം അവിടെ വന്നു നിന്ന് മുഖം കഴുകണം, എന്നിട്ട് അവിടെ നിന്ന് പോകണം. അങ്ങനെ ഇവിടെ ട്രെയിനിങ് എല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പോഴാണ് സോഫിയ എന്നൊരു പെൺകുട്ടിയെ കാണിക്കുന്നത്. അവൾക്ക് കാഴ്ചശക്തി കുറവാണ്. സോഫിയയുടെ കയ്യിലെ സോപ്പ് പെട്ടി താഴെ വീണതും അതെടുക്കാൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ നായിക വിവിയാൻ അടുത്തത് അവളുടെ ടേൺ ആണെന്ന് അറിഞ്ഞിട്ടും ആ പെട്ടി എടുത്തു കൊടുക്കാനായി ഓടിയെത്തി. ഉടനെ തന്നെ അവിടെ റെഡ് ലൈറ്റ് കത്തുകയും 2 ഗാർഡ്സ് വന്ന് വിവിയാനെ പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തു. അതേസമയം വിവിയാൻ കരഞ്ഞ ശബ്ദമുണ്ടാക്കി കാര്യങ്ങൾ തുറന്നു പറയാൻ സോഫിയോട് പറയുന്നുണ്ട്. പക്ഷെ ഒന്നും കേൾക്കാത്തതുപോലെ അവൾ മുഖം തിരിച്ചു നിന്നു. അങ്ങനെ ഇപ്പോ 5 വർഷത്തിന് ശേഷം കുറച്ച് പെൺകുട്ടികൾ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലൊരു ലേഡി ക്ലീൻ ആയാൽ മാത്രമേ ഹെൽത്തി ആയിട്ടിരിക്കുള്ളൂ, ഫിറ്റ് ആയിരിക്കുള്ളൂ എന്നൊക്കെ ക്ലീനിനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാ വീഡിയോയും സ്റ്റക്ക് ആവുന്നുണ്ട്. ഇത് കണ്ട് റീറ്റ എന്നൊരു പെൺകുട്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചതും ഈ സ്കൂളിൽ അച്ചടക്കമെന്ന് പറഞ്ഞ് വളരെ സ്ട്രിക്റ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു പെൺകുട്ടിയും ഇവിടെ ഇതുപോലുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് ഓർമ്മിപ്പിച്ചതും എല്ലാവരും തല കുനിച്ചിരുന്നു. അപ്പോൾ ടിവിയും വർക്കായി. അപ്പോഴാണ് നമ്മുടെ നായിക വിവിയാനെ കാണിക്കുന്നത്. ഇവൾക്ക് ഇപ്പോൾ 15 വയസ്സ് കഴിഞ്ഞ് 16 വയസ്സ് തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങാനായി പോയി. ബസർ അടിച്ചതും കറക്റ്റായിട്ട് എല്ലാവരും ഉറങ്ങണം. എന്നാൽ വിവിയൻ മാത്രം ഉറങ്ങാതെ അവളുടെ തലയിലെ ക്ലിപ്പെടുത്ത് ചുമരിൽ ദിവസങ്ങൾ കുറിച്ചു വെച്ചു. അവിടുന്ന് കട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ ക്ലാസ്. അവിടെ ബ്രിക്സൽ എന്നൊരു ലേഡിയെ കാണിക്കും. ആ ലേഡി ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും തലയുയർത്തത് എന്ന് പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട്. കൂടെ നിങ്ങൾ എല്ലാവരും ലെവൽ 15 നിന്ന് ലെവൽ 16 പ്രൊമോട്ട് ആയിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ അവസാന ലെവൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ഫാമിലിയെ കിട്ടുമെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. എല്ലാ കുട്ടികളും ഹാപ്പിയായി. ഇപ്പൊ ഈ ടീമിനെ 4 ആയിട്ട് തിരിച്ചു. അതിലുള്ള ഫസ്റ്റ് 3 പേര് വിവിയാൻ, ഏവ, റിറ്റ. ഇവരെ ലെവൽ 16 എന്ന റോസ് റൂമിലേക്ക് കൊണ്ടുവന്നു. ഓൾറെഡി അവിടെ വേറെയും പെൺകുട്ടികളുണ്ട്. റൂമിനകത്തേക്ക് വന്നതും വിവിയാൻ മറ്റു പെൺകുട്ടികളോടായി ഈ സ്കൂളിനെ കുറിച്ച് നിങ്ങൾക്ക് നന്നായി അറിയാമല്ലോ. ഇനി മുതൽ ഞാനാണ് ഈ റൂമിന്റെ ലീഡർ. ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും അനുസരിക്കണമെന്ന് പറഞ്ഞ് വളരെ റൂഡായിട്ട് സംസാരിച്ചു. അപ്പോഴാണ് സോഫിയ വിവിയാൻ എന്നും വിളിച്ച് അവളുടെ അടുത്തേക്ക് വന്നത്. പക്ഷെ വിവിയാൻ അവളോടൊന്നും സംസാരിച്ചില്ല. കാരണം വർഷങ്ങൾക്ക് മുൻപ് സോഫിയ കാരണമുണ്ടായ പണിഷ്മെന്റിനായി വിവിയനെ കൊണ്ടുപോയപ്പോൾ അവൾ എതിർത്തൊരു വാക്കുപോലും സംസാരിച്ചിരുന്നില്ല. ആ ഒരു ദേഷ്യം വിവിയന് സോഫിയോടുണ്ട്. ആക്ച്വലി ഈ സ്കൂളിൽ മെയിൻ ആയിട്ട് വിദ്യാഭ്യാസമില്ല. അച്ചടക്കത്തോടെ ഇരിക്കണം, ക്ലീൻ ആയിട്ടിരിക്കണം, ഹെൽത്തി ആയിട്ടിരിക്കണം. അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഇപ്പൊ സോഫിയ അവിടെയും ഇവിടെയുമായി നടക്കുന്നതും ഏതൊക്കെയോ ഡോറുകൾ ഓപ്പൺ ചെയ്യാൻ നോക്കുന്നതും ഒരുമാതിരി ഡിപ്രഷൻ ആയ പോലെ ബിഹേവ് ചെയ്യുന്നതുമൊക്കെ വിവിയാൻ കണ്ടു. സോഫിയ ക്യാമറയിൽ കാണാതെ വിവിയന്റെ അടുത്തേക്ക് വന്ന് ലെവൽ 10 ഞാൻ വലിയൊരു തെറ്റാണ് ചെയ്തത് എന്ന് പറയാൻ വന്നെങ്കിലും വിവിയൻ അവളെ ചുമരിനോട് ചേർത്ത് നിർത്തി ഞാൻ ഇവിടെ വളരെ പവർഫുൾ ആണ്, ആവശ്യമില്ലാതെ ഞാൻ ക്ലീൻ അല്ല എന്ന് നീ പറയാൻ പാടില്ല എന്ന് പറഞ്ഞതും സോഫിയ എന്തോ പറയാനായി വന്നെങ്കിലും പെട്ടെന്ന് ബസർ സൗണ്ട് കേട്ട് ഇവർ അവിടുന്ന് പോകുന്നു. അങ്ങനെ എല്ലാ ഗേൾസും വന്ന് ഒരു റൂമിൽ അസംബിളായി. ബ്രിക്സലും അവിടേക്ക് വന്ന് എല്ലാവർക്കും പേരുകൾ അനുസരിച്ച് ഓരോ വൈറ്റ് ഗൗൺ കൊടുത്തു. ഇവർക്ക് ശരിക്കും വായിക്കാൻ പോലും അറിയില്ല. എന്തോ അവിടെ ഇവിടെയായി അറിയാം, അത്രമാത്രം. സോ ബ്രിക്സലും ഇതിൽ നിങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ട്. നിങ്ങളിപ്പോ ലെവൽ 16 എത്തിയത് കൊണ്ട് ഇത് ചെറിയൊരു റിവാർഡാണ്. ഇത് നിങ്ങൾ നാളെ ധരിക്കണം. കുറച്ച് ഫാമിലീസ് നിങ്ങളെ കാണാൻ വരുന്നുണ്ട്. അവരിൽ ചിലര് നിങ്ങൾ സെലക്ട് ചെയ്ത് കൂട്ടിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞത് എല്ലാവർക്കും ഹാപ്പിയായി. അങ്ങനെ രാത്രി ബസർ സൗണ്ട് കേട്ടതും എല്ലാവരും ഉറങ്ങാനായി കിടന്നു. വിവിയനും
അടുത്ത ബെഡിൽ കിടക്കുന്ന ഏവയോട് ഗുഡ് നൈറ്റ് പറഞ്ഞു കിടന്നു. കിടന്ന ഉടനെ തന്നെ എല്ലാവരും ഉറങ്ങാറില്ല. കുറച്ചു സമയം സംസാരിച്ച ശേഷമേ ഉറങ്ങാറുള്ളൂ. നെക്സ്റ്റ് ഡേ ക്ലീനിങ് വർക്ക് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സോഫിയ വിവിയന്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കും. പക്ഷേ വിവിയൻ അവളുടെ മുഖത്തേക്ക് പോലും നോക്കിയില്ല. എങ്കിലും സോഫിയ, ഞാൻ പറയുന്നത് കേൾക്ക്, ദയവ് ചെയ്ത് ഇവർ തരുന്ന വിറ്റാമിൻ ടാബ്ലറ്റ് കഴിക്കരുത് എന്ന് പറഞ്ഞതും അപ്പോഴേക്കും അവിടേക്ക് അവിടുത്തെ സ്റ്റാഫ് വന്നു. വിവിയൻ ആണെങ്കിൽ അത് ശരിക്കും കേട്ടിട്ടുമുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും അവിടുന്ന് കൊടുത്ത ഗൗൺ ഇട്ട് ക്യൂവിൽ വന്ന് നിന്നു. എന്നിട്ട് ക്യാമറയ്ക്ക് മുൻപിൽ നിന്ന് അവർക്ക് കൊടുത്ത വിറ്റാമിൻ ടാബ്ലറ്റ്സ് കഴിച്ചു. അത് കഴിച്ചെന്നും കൺഫേം ചെയ്യണം. എന്നത്തെയും പോലെ അല്ലാതെ അന്ന് അവർക്ക് ബ്ലൂ ടാബ്ലറ്റ് ആണെന്നും പറഞ്ഞാണ് കൊടുത്തിരുന്നത്. പക്ഷേ വിവിയൻ സോഫിയ പറഞ്ഞതുകൊണ്ട് ടാബ്ലറ്റ് കഴിച്ചതുപോലെ കാണിച്ച് റെസ്റ്റ് റൂമിലേക്ക് വന്ന് അത് തുപ്പിക്കളഞ്ഞു. എല്ലാവരും അവരുടെ റൂമിലേക്ക് വന്ന് ബസർ അടിച്ചതും ഉറങ്ങാനായി അവരവരുടെ ബെഡിൽ കിടന്നു. കിടന്ന സെക്കൻഡുകൾക്കുള്ളിൽ വിവിയൻ ഏവയോട് ഗുഡ് നൈറ്റ് പറഞ്ഞെങ്കിലും അപ്പോഴേക്കും അവൾ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. അവൾ മാത്രമല്ല, അവിടെയുള്ള മറ്റു പെൺകുട്ടികളും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ സോഫിയ മാത്രം എഴുന്നേറ്റു. വിവിയന്റെ അടുത്തേക്ക് ഓടി വന്ന് ഇപ്പൊ ഗാർഡ്സ് വരുമെന്ന് പറഞ്ഞതും ഗാർഡ്സിന് ഇവിടേക്ക് വരാൻ അലൗഡ് അല്ലല്ലോ എന്ന് ചോദിച്ചു. സോഫിയയും ഇല്ല, പക്ഷെ വരും, എന്തു തന്നെ നടന്നാലും നീ ഉറങ്ങിയതുപോലെ അഭിനയിക്കണമെന്ന് പറഞ്ഞതും ഡോർ ഓപ്പൺ ചെയ്യുന്ന സൗണ്ട് കേട്ടു. സോഫിയ പെട്ടെന്ന് തന്നെ അവളുടെ ബെഡിൽ പോയി കണ്ണടച്ച് കിടന്നു. അവൾക്ക് വല്ലാത്ത പേടി തോന്നിയിരുന്നു. സോഫിയ പറഞ്ഞതുപോലെ ബ്രിക്സലും ഗാർഡ്സും അവിടേക്ക് വന്നു. എന്നിട്ട് ഗാർഡ്സിനോട് ബ്രിക്സൽ പറയുന്ന പെൺകുട്ടികളെ എടുക്കാൻ പറഞ്ഞ് 2 പെൺകുട്ടികളെ സെലക്ട് ചെയ്തു. അതിലൊന്ന് വിവിയൻ ആയിരുന്നു. അങ്ങനെ 2 പെൺകുട്ടികളെയും എടുത്തോണ്ട് പോയി വേറൊരു റൂമിലെ സോഫയിൽ കൊണ്ടുപോയി കിടത്തിയ ശേഷം ആ ഗാർഡിലെ ഒരുത്തൻ വിവിയന്റെ ശരീരത്തിൽ മോശമായ രീതിയിൽ തടവിക്കൊണ്ടിരുന്നു. എന്നിട്ട് പോയി. അപ്പൊ ബ്രിക്സൽ 2 പേരെ, അതായത് ഒരു കപ്പിളിനെ കൂട്ടിക്കൊണ്ടുവന്നു. വലിയ പണക്കാരായിരുന്നു അവർ. സോ ബ്രിക്സലും ഇവളെ നോക്ക്, നിങ്ങളെ പോലുള്ള റിച്ച് ആയിട്ടുള്ള ഫാമിലിക്ക് ഇവൾ നന്നായി സൂട്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വിവിയനെ കാണിച്ചു കൊടുക്കും. വന്ന ഹസ്ബൻഡും വൈഫിനോട് നീ വന്ന് നോക്കി സെലക്ട് ചെയ്യെന്ന് പറഞ്ഞതും ഈ വൈഫ് വളരെ ഡള്ളായി അവിടെയുള്ള കണ്ണാടിയിൽ അവരുടെ മുഖം നോക്കിക്കൊണ്ട് നിന്നു. അവർക്കിതിൽ തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുപോലെ തോന്നി. എന്നിട്ട് ആ ലേഡിയും ഇവിടേക്ക് നീയല്ലേ എന്നെ കൂട്ടിക്കൊണ്ടു വന്നത്, നീ തന്നെ സെലക്ട് ചെയ്തോ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. സോ വന്നവർ വേറൊരു പെൺകുട്ടിയെ സെലക്ട് ചെയ്തത് കൊണ്ട് വിവിയനെ തിരിച്ച് അവളുടെ ബെഡിലേക്ക് തന്നെ കൊണ്ടുപോയി കിടത്തി. ഗാർഡ് പോയതും സോഫിയ ഓടി വന്ന് വിവിയനോട് കാര്യം തിരക്കി. വിവിയനും ഷോക്കായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. നമ്മൾ ഇവിടുന്ന് അഡോപ്റ്റ് ചെയ്തല്ല കൊടുക്കുന്നത്, നമ്മളെ സെയിലാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. സോഫിയയും അവർ വീണ്ടും വരും, നമുക്ക് ആ സമയം എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് പറഞ്ഞതും വിവിയൻ അതും സമ്മതിച്ചില്ല. അപ്പോഴേക്കും വീണ്ടും ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ടു. സോഫിയ ഓടിപ്പോയി അവളുടെ ബെഡിൽ കിടന്നു. ബ്രിക്സൽ വീണ്ടും വന്ന് ഗാർഡ്സിനോട് 2 പെൺകുട്ടികളെ എടുക്കാൻ പറഞ്ഞതും ആ കൂട്ടത്തിൽ സോഫിയ ഉണ്ടായിരുന്നു. അവളെ എടുത്തോണ്ട് പോയി. വിവിയൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് പുറത്തേക്ക് വന്ന് നോക്കി. ക്യാമറ ചുമരിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തതുകൊണ്ട് വിവിയൻ കുനിഞ്ഞു ഓടി വന്ന് ഒരു സ്ഥലത്ത് ഒളിച്ചു നിന്നു. അപ്പൊ ബ്രിക്സൽ ഫോണിൽ സംസാരിക്കുന്നത് വിവിയൻ കേട്ടു. ഇതുപോലുള്ള ഗാർഡ്സിനെ ഒന്നും ഇനി ഇങ്ങോട്ടേക്ക് അയക്കരുത്, അവൻ ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ കയ്യിൽ ആക്സസ് കാർഡ് ഉണ്ട്, അത് വെച്ചാണ് എല്ലാ ഡോർസും ഇവർ ഓപ്പൺ ചെയ്യുന്നത്. ഇതെല്ലാം വിവിയൻ കാണുന്നുണ്ടായിരുന്നു. ഇവൾ ആ ഡോറുകൾ തുറക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്, എന്നാൽ സാധിക്കുന്നില്ല. പെട്ടെന്ന് സൗണ്ട് കേട്ടതും വിവിയൻ ഓടി വന്ന് അവളുടെ ബെഡിൽ കിടന്നു. അപ്പോഴാണ് കൊണ്ടുപോയ സോഫിയെ തിരിച്ച് ബെഡിൽ കൊണ്ടുവന്ന് കിടത്തുന്നത് അവൾ കണ്ടത്. ഗാർഡ്സ് പോയ ശേഷം ഇനി അവർ വരില്ല എന്ന് സോഫിയ വിവിയനോട് പറഞ്ഞു. നെക്സ്റ്റ് ഡേ ആയതും ആരും അറിയാതെ ഇവർ 2 പേരും സംസാരിക്കും. വിവിയനും നീ ഇതെത്ര നാളായിട്ട് ടാബ്ലറ്റ് കഴിക്കുന്നില്ല എന്ന് സോഫിയയോട് ചോദിച്ചതും അവളും ഞാൻ കുറെ കാലമായി കഴിക്കാറില്ല, ഇവിടെ നമ്മൾ അറിയാതെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ഇവിടെയുള്ള മറ്റുള്ള കുട്ടികളോട് പറയണമെന്ന് പറഞ്ഞപ്പോൾ വിവിയനും നീ മണ്ടത്തരം കാണിച്ച് ആപത്തിൽ ചെന്ന് പെടണ്ട, അവര് പറയുന്നത് പോലെ അനുസരിക്കുക എന്ന് പറയും. അതിനുശേഷം എല്ലാ പെൺകുട്ടികളും റൂട്ടീൻ ചെക്കപ്പ് നടത്താറുണ്ട്. അതിനായി വിവിയൻ വന്ന് ഡോക്ടറിനോട് സംസാരിക്കും. ആ ഡോക്ടറും വളരെ സ്വീറ്റ് ആയിട്ടായിരുന്നു അവളോട് സംസാരിച്ചിരുന്നത്. എന്നിട്ട് ഇവിടെയെല്ലാം പനി പടരുന്നുണ്ട്, അത് നിങ്ങൾക്ക് വരാതിരിക്കാനായി ഒരു വാക്സിൻ എടുക്കുന്നുണ്ട് എന്നും പറഞ്ഞ് അവൾക്കൊരു ഇഞ്ചക്ഷൻ വെച്ചു. ശേഷം വേറെ വല്ല റാഷസോ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചതിന് അവൾ വല്ലാതെ പരുങ്ങി. ഡോക്ടറും തുറന്ന് പറയാൻ പറഞ്ഞതിൽ അവളും അവളുടെ പുറത്ത് ചെറിയൊരു റാഷസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് കാണിച്ചു കൊടുത്തു. ഡോക്ടറും അത് പുറത്ത് വന്നുകൊണ്ട് കുഴപ്പമില്ല, മുഖത്താണ് വന്നിരുന്നതെങ്കിൽ വലിയ പ്രശ്നമായേനെ എന്നും പറഞ്ഞ് അതിന് മരുന്ന് വെച്ച് കൊടുത്ത് അവള് പറഞ്ഞയക്കും. അങ്ങനെ അന്ന് രാത്രി അവരെ എല്ലാവരെയും ഒരു സിനിമ കാണിച്ചു. എന്നും ഇവരെ ഈ സിനിമ മാത്രമേ കാണിക്കാറുള്ളൂ. വിവിയനും സോഫിയ ശ്രദ്ധിച്ചപ്പോൾ അവൾ വളരെ ഡള്ളായിട്ടായിരുന്നു ഇരുന്നത്. റൂമിലെത്തിയതും അവളോട് പോയി സംസാരിക്കും. എന്തിനാണ് ബ്ലൂ കളർ ടാബ്ലറ്റ് വിറ്റാമിൻ ആണെന്ന് പറഞ്ഞ് നമുക്ക് തരുന്നത്
എന്ന് ചോദിച്ചു. സോഫിയയും ഡെയിലി വിറ്റാമിൻ ടാബ്ലറ്റ് എന്നും പറഞ്ഞ് നമുക്ക് ടാബ്ലറ്റ് തരാറില്ലേ, അത് നമുക്ക് ഉറങ്ങാൻ വേണ്ടിയാണ്. എന്നാൽ ബ്ലൂ ടാബ്ലറ്റ് കഴിച്ചാൽ നമ്മൾ അറിയാതെ തന്നെ ഉറങ്ങിപ്പോവും, പിന്നെ എന്ത് സംഭവിച്ചാലും നമുക്ക് അറിയില്ല. ഇതിനെക്കുറിച്ച് എനിക്ക് മറ്റു പെൺകുട്ടികളോടും പറയണമെന്ന് പറഞ്ഞതും വിവിയൻ വീണ്ടും അവളെ വഴക്ക് പറഞ്ഞ് മണ്ടത്തരം പറയാതിരിക്കുക എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ വിവിയൻ ആരും കാണാതെ ആ ഡോക്ടറിനെ വന്ന് കാണും. ഇവളൊരു ഡൗട്ട് ചോദിക്കാനാണ് വന്നത്, എന്നാൽ വേറെ പ്രശ്നം ഉണ്ടാവണ്ട എന്ന് കരുതി ഇവൾ മറ്റെന്തൊക്കെയോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ച്, അതായത് എന്തിനാണ് എന്നും ഒരേ സിനിമ തന്നെ കാണിക്കുന്നത്, വേറെ വേറെ സിനിമ കാണിച്ചൂടെ എന്ന പോലെയൊക്കെ ചോദിച്ചു. ഈ ഡോക്ടറും വളരെ ആശ്ചര്യത്തോടെ അവൾ നോക്കി. മറ്റു കുട്ടികളെല്ലാവരും കുറച്ച് മന്ദതയോടെ ആയിരുന്നു പെരുമാറിയിരുന്നത്, എങ്കിൽ ഇവൾക്ക് മാത്രം എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് ആ ഡോക്ടർ ആലോചിച്ചു. എന്നിട്ട് നമ്മളിങ്ങനെ മീറ്റ് ചെയ്തത് ഒരിക്കലും ബ്രിക്സൽ അറിയണ്ട, അത് വലിയ പ്രശ്നമാവും. ഇനി നിനക്ക് എന്തെങ്കിലും മെഡിക്കൽ കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടേക്ക് വരാൻ പാടുള്ളൂ, അല്ലാതെ വരരുത് എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞയച്ചു. അങ്ങനെ അവരെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പെൺകുട്ടി വൊമിറ്റ് ചെയ്തു. ഇത് കണ്ട് എല്ലാവരും അവൾ ക്ലീൻ അല്ല എന്ന് പറഞ്ഞ് മാറി നിന്നു. അത്രയ്ക്കും ആ സ്റ്റുഡൻസിനെ പേടിപ്പിച്ചിരുന്നു. സോ ഏവയും പെട്ടെന്ന് ബ്രിക്സലിനെ വിവരം അറിയിക്കാന്ന് പറഞ്ഞതും വിവിയനും അതൊന്നും വേണ്ട, ഇവൾക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആ ഡോക്ടറിന്റെ അടുത്ത് ചെന്നതും വീണ്ടും അയാൾ ഒരുപാട് വാക്സിനുകൾ ഇഞ്ചക്ട് ചെയ്തു വിട്ടു. അപ്പോഴാണ് ആ കുട്ടി അവളുടെ കയ്യിൽ നോക്കിയത്. അവിടെയെല്ലാം ഞരമ്പുകൾ പൊന്തി റെഡിഷ് കളറായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് ഭയന്ന സോഫിയയും വിവിയന്റെ അടുത്ത് വന്ന് നിന്റെ കൈ കാണിക്കുകയെന്ന് പറഞ്ഞതും അവളുടെ കയ്യിലും അതുപോലെ പാടുകൾ ഉണ്ടായിരുന്നു. എന്നിട്ട് വിവിയനും ഇതൊന്നും അത്ര വലിയ കാര്യമാക്കണ്ട, വാക്സിൻ അടിച്ചതല്ലേ, മാത്രമല്ല ആ ഡോക്ടർ വളരെ സ്വീറ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞതും സോഫിയയും ദേഷ്യത്തോടെ നീ ആ ഡോക്ടറിനെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് വിവിയനോട് ചോദിച്ചു. അതിനവളും ഇല്ല, വിശ്വസിക്കുന്നൊന്നുമില്ല, വെറുതെ പറഞ്ഞതാണ് എന്ന് പറയും. അപ്പോഴാണ് സോഫിയയും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത്. ഡെയിലി നമ്മൾ എല്ലാവരെയും ഉറങ്ങിയ ശേഷം ഇവിടുത്തെ ഗാർഡ്സ് എന്താ ചെയ്യുന്നറിയോ, അതിലും ആ കാലിന് വയ്യാത്തവൻ ഡെയിലി നൈറ്റ് ലൈറ്റ് ഇല്ലാത്തപ്പോ വന്ന് പെൺകുട്ടികളെ മോശമായ രീതിയിൽ ഓരോന്ന് ചെയ്യാറുണ്ട് എന്ന് സോഫിയ പറയുന്നത് കേട്ട് വിവിയന് വീണ്ടും ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊരു ഡൗട്ട് തോന്നി. സോഫിയ വീണ്ടും ഞാൻ ഇതിനെക്കുറിച്ച് മറ്റു പെൺകുട്ടികളോട് പറയും, നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞതും അതെല്ലാം നീ പറഞ്ഞ ആരും വിശ്വസിക്കില്ല, നീ ആദ്യം ഒന്ന് കാമാവ്, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് വിവിയൻ വീണ്ടും ആ ഡോക്ടറിനെ പോയി കണ്ട് സംസാരിക്കും. അവളുടെ സംസാരം കേട്ട് അവൾ കുറച്ച് ബുദ്ധിമതിയാണെന്ന് ആ ഡോക്ടറിന് തോന്നിയത് കൊണ്ട് നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഒരു വാക്സിൻ എടുക്കാന്ന് പറഞ്ഞ് സിറിഞ്ച് കയ്യിലെടുത്തതും ഇപ്പോഴല്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞത്, പിന്നെ എന്തിനാണ് വാക്സിൻ എന്ന് വിവിയൻ ചോദിച്ചത് കേട്ട് ഡോക്ടറും എന്തിനാണ് ഇങ്ങനെ എതിർത്ത് സംസാരിക്കുന്നത്, ഈ സ്കൂളിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നറിയില്ലേ എന്ന് പറയും. അപ്പൊ വിവിയനും ഹാളിലെ കുട്ടികൾക്കെല്ലാം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ആ ബ്രിക്സലിനെ തീരെ വിശ്വാസമില്ല, അവർ ആ ഗാർഡ്സിന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞതും ഡോക്ടർ ഒന്ന് ഞെട്ടി. എന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞ് സംശയത്തോടെ നീ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് കഴിക്കാറില്ലേ എന്ന് ചോദിച്ചു. വിവിയനും കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നാലും ഇപ്പൊ ചില വൈറ്റമിൻ ടാബ്ലറ്റ്സ് തരാമെന്ന് ഡോക്ടർ പറയുന്നതിന് വേണ്ട വേണ്ട എന്ന് വിവിൻ പറയുന്നുണ്ടെങ്കിലും ഡോക്ടർ അവളെ വഴക്ക് പറഞ്ഞ് നീറ്റ് ആൻഡ് ക്ലീൻ ആയി ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത് മാത്രമാണ് നിന്റെ ജോലി എന്ന് പറഞ്ഞ് അവൾക്കൊരു ഇഞ്ചക്ഷൻ വെക്കും. ആ ഇഞ്ചക്ഷൻ വെച്ചതും വിവിന് തല മൊത്തത്തിൽ മന്തി പായ പോലെ തോന്നി. ഇത്ര നേരം ആക്റ്റീവായിട്ടിരുന്ന പെൺകുട്ടി പെട്ടെന്ന് മന്ദത പിടിച്ച പോലെയായി. റൂമിലേക്ക് വന്നതും സോഫിയ അവളോട് ഓരോന്ന് പറയുന്നുണ്ടെങ്കിലും വിവിയൻ അതിന് മന്ദത പോലെയായിരുന്നു മറുപടി പറഞ്ഞത്. എന്നിട്ട് എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞതും എന്ത് പ്ലാൻ എന്ന് പറഞ്ഞ് അവൾ ഉറക്കെ ചോദിച്ചു. ഇത് കണ്ട് അവിടെയുള്ള പെൺകുട്ടികൾ എല്ലാവരും ഇവര് ശരിയല്ല, ഇവരൊരു റൂളും അനുസരിക്കുന്നില്ല, ഇവര് ക്ലീൻ അല്ല, നല്ല അച്ചടക്കത്തോടെ എല്ലാം അനുസരിച്ച് ക്ലീൻ ആയാൽ മാത്രമേ ഇവർക്ക് നല്ലൊരു ഫാമിലിയെ കിട്ടുള്ളൂ എന്നായിരുന്നു ഇവരെ പറഞ്ഞു പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ചെയ്യുന്നതെല്ലാം ഏവ ബ്രിക്സലിനോട് വിളിച്ചു പറഞ്ഞു. നെക്സ്റ്റ് ഡേ എല്ലാവരെയും അസംബിൾ ചെയ്ത് നിർത്തിയ സമയത്ത് ബ്രിക്സൽ വന്ന് വിവിയനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. എന്നിട്ട് ഇതിനു മുൻപ് നിനക്ക് പണിഷ്മെന്റ് തന്നതല്ലേ, നിനക്ക് ഇങ്ങനെ പണിഷ്മെന്റ് തരണമെന്ന് എനിക്ക് അത്ര ആഗ്രഹമൊന്നുമില്ല, ഇത് നിനക്കുള്ള വാണിംഗ് ആണെന്നും പറഞ്ഞിട്ട് അവളെ ചെറിയൊരു ജയിലിലിട്ടു. അവിടെ മൊത്തം ഇരുട്ടായിരുന്നു. ബ്രിക്സൽ നേരെ അവളുടെ റൂമിലേക്ക് വന്ന് 2 ഗ്ലാസ് മദ്യം ഒഴിച്ചു. അപ്പോഴാണ് ആ ഡോക്ടർ അവിടേക്ക് വന്നത്. ഇവർ രണ്ടുപേരും ഇതിലെ പാർട്ട്നേഴ്സ് ആണെന്ന് തോന്നുന്നു. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് മദ്യപിച്ചു. ഇപ്പൊ ഡോക്ടർ എന്താ പറയുന്നതെന്ന് വെച്ചാ നമുക്കിനിയും കുട്ടികളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞതും ബ്രിക്സൽ ഷോക്കായി. ഇതോടെല്ലാം അവസാനിപ്പിക്കാന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാണ് ഇനിയും കുട്ടികൾ എന്ന് അവൾ ഒരു കുറ്റബോധത്തോടെ ചോദിച്ചു. അതിനാ ഡോക്ടറും അവന്മാരെല്ലാം വളരെ ഡേഞ്ചറസ് ആണ്, നമ്മളും അവരുടെ അടുത്ത് പെട്ടിരിക്കുകയാണ്, അവർ ഇൻവെസ്റ്റ് ചെയ്തതിൽ 3 മടങ്ങെങ്കിലും തിരിച്ചു കിട്ടണമെന്നാണ് അവർ വിചാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ബ്രിക്സലിന് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ട് വല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ടായിരുന്നു. വിവിയൻ ആ ഇരുട്ടറയിൽ തിരിഞ്ഞു മറഞ്ഞു കിടന്നുകൊണ്ടിരുന്നു. സോഫിയ കിടക്കുന്ന
എടുക്കുന്ന സമയത്ത് ആക്ച്വലി വിവിയനും സോഫിയയും ഓൾറെഡി ഒരു പ്ലാൻ നടത്തിയിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ദിവസവും രാത്രി ആ ഗാർഡ് വന്ന് പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറാറുണ്ടല്ലോ. ഇന്ന് അവൻ വരുമ്പോ അവനെ അടിച്ച് കൈയും കാലും കെട്ടിയിട്ട് അവന്റെ ആക്സസ് കാർഡ് കൈക്കലാക്കി അവിടുന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് ഒരു പ്ലാൻ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ വിവിയന് വാക്സിൻ ഇൻജക്ട് ചെയ്തത് കൊണ്ട് തന്നെ അവൾക്ക് അതൊന്നും മനസ്സിലായില്ല. ഇപ്പൊ അവളുടെ ആ പ്ലാന് സോഫിയ എക്സിക്യൂട്ട് ചെയ്യും. എന്നത്തെയും പോലെ ഗാർഡ് വന്ന് ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറാൻ തുടങ്ങിയതും സോഫിയ അയാളെ അടിച്ചു. അയാൾക്ക് വലിയ പരിക്കുകളൊന്നും പറ്റാത്തത് കൊണ്ട് അവൻ സോഫിയ അടിക്കാനായി ട്രൈ ചെയ്തു. സോഫിയയും ഒരു അയൺ ബോക്സ് എടുത്ത് അവന്റെ മുഖത്തടിച്ച് ആക്സസ് കാർഡും കൈക്കലാക്കി നേരെ വിവിയനെ അടച്ചു വെച്ചിരുന്ന സ്ഥലത്തേക്ക് വന്നു. എന്നിട്ട് എനിക്ക് ആക്സസ് കാർഡ് കിട്ടി, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞു ഓടി വന്ന് ഡോറ് തുറക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ഗാർഡ് അലാറം ഓൺ ചെയ്തു വിട്ടു. അതുകൊണ്ട് സോഫിയ പെട്ടെന്ന് എന്നോട് ക്ഷമിക്ക്, എനിക്ക് ഇവിടുന്ന് പോയേ പറ്റുള്ളൂ, നിന്നെ രക്ഷിക്കാനായി ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഓടി. അപ്പൊ വിവിയനും ലെവൽ 10 എന്നോട് ചെയ്തതുപോലെ ഇപ്പോഴും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് അവിടുന്ന് അലറിക്കരഞ്ഞു. നെക്സ്റ്റ് ഡേ എല്ലാ പെൺകുട്ടികളെയും അസംബിൾ ചെയ്ത് നിർത്തി അവരെ വല്ലാതെ വഴക്ക് പറഞ്ഞു. എന്നിട്ട് ദേഷ്യത്തോടെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടി നമ്മുടെ സ്കൂളിന് കളങ്കം വരുത്തി, വിലപിടിപ്പുള്ള ഒരു സാധനം മോഷിച്ചിട്ടുണ്ട്, അത് നിങ്ങളുടെ ആരെങ്കിലും എടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം, തുറന്ന് പറയെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. അപ്പോഴാണ് വിവിയനും എന്തോ നടന്നിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലായത്. സോഫിയയെ ഇവർ പിടിച്ചു. എന്നാൽ ആ ആക്സസ് കാർഡ് ഇവർക്ക് കിട്ടിയിട്ടില്ല, അതിനു വേണ്ടിയാണ് ഇവർ ദേഷ്യപ്പെടുന്നത് എന്നും വിവിയന് മനസ്സിലായി. ഡോക്ടറും അവിടേക്ക് വന്ന് റൂഡായിട്ട് മര്യാദയ്ക്ക് നിങ്ങൾ ആ സത്യം പറഞ്ഞില്ലെങ്കിൽ ഇന്ന് മുതൽ ഓരോരുത്തരെയായി ബേസ്മെന്റിലേക്ക് കൊണ്ടുപോയി പണിഷ്മെന്റ് കൊടുക്കപ്പെടുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് ആദ്യം റീറ്റ എന്ന പെൺകുട്ടിയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. മറ്റു കുട്ടികളോട് വിറ്റാമിൻ ടാബ്ലറ്റ്സും കഴിക്കാൻ പറഞ്ഞു. അവർ വിവിയനെ കുറിച്ച് നന്നായി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവൾക്ക് ടാബ്ലറ്റ് കൊടുത്ത് അവളത് കഴിച്ചോ എന്ന് ഡബിൾ ചെക്ക് ചെയ്തു. വിവിയനും ടാബ്ലറ്റ് കഴിച്ചിട്ട് വാ തുറന്ന് കാണിച്ചു. ശേഷം ബെഡ്റൂമിലേക്ക് വന്ന് അവൾ ഉറങ്ങരുത് ഉറങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഉറങ്ങിപ്പോകാതിരിക്കാനായി അവൾ സ്വയം പരിക്കുകൾ ഉണ്ടാക്കി വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. കാരണം സോഫിയ ഇവൾക്കായി ആ കാർഡ് എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരുന്നു. എന്നാൽ സോഫിയ പിടിക്കപ്പെടുകയും ചെയ്തു. സോ ഇവൾ ആ ആക്സസ് കാർഡ് അന്വേഷിച്ച് കണ്ടെത്താനായി ഉറങ്ങിപ്പോവരുതെന്ന് കരുതിയാണ് അവൾ സ്വയം വേദനിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവൾ ഒരുപാട് അന്വേഷിച്ച ശേഷം അവൾക്ക് ആ ആക്സസ് കാർഡ് കിട്ടി. അതേസമയം ഇപ്പുറത്ത് ബ്രിക്സൽ അവളുടെ മുഖം കണ്ണാടിയിൽ നോക്കി എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ വിവിനും എങ്ങനെയൊക്കെയോ പുറത്തു വന്ന് കാർഡ് സ്വൈപ്പ് ചെയ്യാൻ നോക്കി. പക്ഷെ ലെവൽ 16 ഡോർ ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ആ കാർഡ് ലെവൽ 16 വർക്ക് ആവാത്തതുപോലെ ബ്ലോക്ക് ചെയ്തിരുന്നു. എന്നാൽ വിവിൻ അങ്ങനെ അത് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ ആ കാർഡ് യൂസ് ചെയ്ത് ഡോറിന്റെ സ്ക്രൂ ഇളക്കിയെടുത്ത് ഡോർ എടുത്ത് സൈഡിലേക്ക് മാറ്റി വെച്ച് പുറത്തേക്ക് ഇറങ്ങി. ഈ സൗണ്ട് എല്ലാം ബ്രിക്സൽ കേൾക്കുന്നുണ്ടായിരുന്നു. അതേസമയം ബ്രിക്സൽ ഒരു ഇഞ്ചക്ഷൻ റെഡിയാക്കി അത് കുത്തിവെക്കാമെന്ന് കരുതിയിരിക്കുമ്പോൾ വിവിയൻ ആടി അവിടേക്ക് വന്ന് സോഫിയ എവിടെയെന്ന് ചോദിച്ചു. അതിന് ബ്രിക്സലും അവൾ നിന്റെ ഫ്രണ്ടാണോ, നിങ്ങൾക്കിടയിലെ ഈ ബോണ്ടിങ് ലെവൽ 10 നോട്ട് ചെയ്തതാണ്, അതുകൊണ്ടാണ് അന്ന് തന്നെ നിങ്ങളെ പിരിച്ചത്, പിന്നെ എങ്ങനെ ഇപ്പോഴും നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ ചെറിയ വിഷമത്തോടെ ദേ നോക്ക്, എനിക്കും ഈ സ്ഥലം ഇഷ്ടമല്ല, ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെയോ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള പ്ലാനിലാണ്, അതിനു മുൻപ് ഞാൻ നിനക്ക് ഈ വൈറ്റമിൻസ് തരാം, മര്യാദയ്ക്ക് നീ നിന്റെ ബെഡിൽ പോയി കിടക്കെന്ന് പറയുന്നുണ്ടെങ്കിലും സോഫിയ എവിടെയെന്ന് മാത്രമായിരുന്നു വിവിയൻ ചോദിച്ചുകൊണ്ടിരുന്നത്. ബ്രിക്സൽ വിവിയനെ ഇഞ്ചക്ഷൻ വെക്കാനായി എടുത്തതും വിവിയൻ പെട്ടെന്ന് അവിടെയുള്ള സാധനം എടുത്ത് ബ്രിക്സലിനെ അടിച്ചു വീഴ്ത്തി ആ ഇഞ്ചക്ഷൻ ബ്രിക്സലിനെ തന്നെ ഇഞ്ചക്ട് ചെയ്തു. അത് ചെറിയ രീതിയിൽ മയക്കം വരുന്നത് പോലുള്ള ഒരു ഇഞ്ചക്ഷനാണ്. എന്നിട്ട് വിവിയൻ ബ്രിക്സലിന്റെ കാർഡ് എടുത്തിട്ട് നേരെ ടോപ്പ് ഫ്ലോറിലേക്ക് വന്ന് അവൾ ആദ്യമായി ചന്ദ്രനെ കണ്ടു. പുറത്തു പോയി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചതും അപ്പോഴാണ് അവൾക്ക് സോഫിയയെ കുറിച്ച് ഓർമ്മ വന്നത്. അവിടെ ഒരുപാട് ഗാർഡ്സ് ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാം മറികടന്ന് അവൾ സോഫിയെ കണ്ടെത്തി. വിവിയനെ കണ്ടതും അവൾക്കായി വിവിയൻ വന്നതോർത്ത് അവൾ വല്ലാതെ സന്തോഷിച്ചു. ആദ്യം രക്ഷപ്പെടാമെന്ന് പറഞ്ഞപ്പോ ഇല്ല, ഇവർ റീറ്റയെ കൂട്ടിക്കൊണ്ട് വന്നിരുന്നു. അവൾക്ക് എന്താ പറ്റിയതെന്ന് നോക്കാനായി പോയതും അവിടെ ഒരുപാട് ഡെഡ് ബോഡികൾ ഉണ്ടായിരുന്നു. അതിൽ റീറ്റ എന്ന പേരും ഉണ്ടായിരുന്നു. അവർ ആ ബോഡി ബാഗ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഷോക്കായി പോയി. കാരണം ആ ബോഡിയുടെ മുഖത്ത് സ്കിൻ ഉണ്ടായിരുന്നില്ല, സ്കിൻ മാത്രമായി പറിച്ചെടുത്തിരുന്നു. ഇതാണ് ഇവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അവിടുന്ന് രക്ഷപ്പെടാനായി നോക്കുമ്പോൾ സോഫിയയും നമ്മളെ പോലെ ഇവിടെ ഒരുപാട് പെൺകുട്ടികളുണ്ട്, അവരെ രക്ഷിക്കണമെന്ന് പറഞ്ഞെങ്കിലും വിവിയൻ അതിന് സമ്മതിച്ചില്ല. അവൾ നേരെ ടോപ്പ് ഫ്ലോറിലേക്ക് പോയി. സോഫിയ ഭയങ്കരമായി കെഞ്ചിയത് കൊണ്ട് വിവിയനും നീ പറഞ്ഞാൽ ഒരിക്കലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല, എങ്കിലും ഞാൻ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാം, അതിനുള്ളിൽ വരണമെന്ന് പറഞ്ഞു. സോഫിയ നേരെ താഴേക്ക് വന്ന് അവിടെയുള്ള എല്ലാ
ഗേൾസിനോടും ബ്രിക്സൽ എനിക്ക് അവളുടെ ആക്സസ് കാർഡ് തന്നിട്ടുണ്ട്, ഇപ്പൊ ഞാനാണ് നിങ്ങളുടെ ഹെഡ്, ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും പിരിഞ്ഞ് ഓരോ റൂമിലുള്ള കുട്ടികളെ കൂട്ടിക്കൊണ്ടു വരണമെന്ന് പറയും. ഇപ്പൊ മേലെ വിവിയൻ ഇവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് അവിടേക്ക് ഒരുത്തം വരുന്നത് കണ്ട് വിവിയൻ ഒളിക്കാനായി ഡോക്ടറിന്റെ റൂമിലേക്ക് വന്നു. അപ്പൊ അവിടെയുള്ള ടിവിയിൽ അവൾ ഒരു വീഡിയോ കണ്ടു. അത് അവൾ പ്ലേ ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ സിനിമയിലെ വലിയൊരു ട്വിസ്റ്റ് കാണിക്കുന്നത്. ആക്ച്വലി ഇതൊരു സ്കൂൾ ആയിരുന്നില്ല, റിസർച്ച് ചെയ്യുന്ന ക്ലിനിക് ആയിരുന്നു. ഇപ്പൊ ഒരാളുടെ ഭംഗി കൂട്ടാനായിട്ട് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഉള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പ്ലാസ്റ്റിക് സർജറി, കോസ്മെറ്റിക് സർജറി, അങ്ങനെ. എന്നാൽ ഇവിടെ അതിനെല്ലാം മുകളിലായി ഹെൽത്തി ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള സ്കിൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇവരുടെ ജോലി. അതായത് ഈ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ പണം കൊടുത്തു വാങ്ങി ഇവിടെ സൂര്യ വെളിച്ചം പോലും കാണിക്കാത്ത രീതിയിൽ അടച്ചു വെച്ച് സ്കൂൾ എന്ന പേരിൽ ക്ലീൻ ചെയ്തും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുത്തും അച്ചടക്കം പഠിപ്പിച്ചും അങ്ങനെ നല്ലൊരു ഗ്ലോ സ്കിന് ഉണ്ടാക്കിയെടുക്കും. ഫാക്ടറികളിൽ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ ഇവിടെ സ്കിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു. വരുന്ന പേഷ്യൻസിന് നല്ല സ്കിന്ന് വേണമെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പെൺകുട്ടികളെ ദത്തെടുക്കുന്ന ആൾ വന്നിട്ടുണ്ട് എന്ന പേരിൽ കൊണ്ടുപോയി സ്കിന്നെടുത്ത് പേഷ്യന്റ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗ്ലോ സ്കിന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കും. അതിന് വേണ്ടിയാണ് ആ പെൺകുട്ടികളോട് ക്ലീൻ എന്നും പറഞ്ഞ് വളർത്തിക്കൊണ്ട് വരുന്നത്. ഇതെല്ലാം കണ്ട വിവിയന് വല്ലാതെ ഷോക്കായി. ഇപ്പുറത്തെ സോഫിയ എല്ലാ പെൺകുട്ടികളോടും അത് സ്കൂളല്ല ജയിലാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആരും അത് വിശ്വസിച്ചില്ല. ഏവയും ഇല്ല, നീ കള്ളം പറയാണ്, നമുക്കൊരു നല്ല ലൈഫ് ഉണ്ടാവുന്നത് ഇവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ആ സമയം വിവിയൻ അവിടേക്ക് ബ്രിക്സലിനെ അടിച്ച് ഒരു പരുവാക്കി വലിച്ചെഴിച്ചുകൊണ്ട് കൊണ്ടുവരും. എന്നിട്ട് എല്ലാവരോടും പറയെന്ന് ബ്രിക്സിനോട് പറഞ്ഞതും അവൾ മിണ്ടാതിരുന്നു. അടിക്കാനായി അടുത്തേക്ക് വന്നപ്പോഴാണ് വിവിയൻ ഒരു കാര്യം നോട്ടീസ് ചെയ്തത്. ഈ ബ്രിക്സലും ഓൾറെഡി ഓപ്പറേഷൻ ചെയ്തതാണ്. സർ, നീ ആരുടെ സ്കിന്നാണ് വെച്ചത് എന്ന് ചോദിച്ച് ബ്രിക്സലിനെ ഒരുപാട് അടിച്ചു. അപ്പോഴാണ് മറ്റു കുട്ടികൾക്കും ഇവർ പറയുന്നത് ശരിയാണ് എന്ന് വിശ്വാസം വന്നത്. ശേഷം ഇനി ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് എല്ലാവരെയും കൂട്ടി ടോപ്പ് ഫ്ലോറിലേക്ക് വന്നു. ഇനി ഒരു ഫ്ലോറിലെ കുട്ടികളെ കൂടി രക്ഷിക്കാനുണ്ട്, ഞാൻ അവരെ കൂട്ടിക്കൊണ്ടു വരാമെന്ന് സോഫിയ പറഞ്ഞതും എവ അതിന് കാത്തു നിൽക്കാതെ ഡോർ ഓപ്പൺ ചെയ്തതും അലാറം അടിക്കാൻ തുടങ്ങി. എല്ലാവരും കൂടി പുറത്തേക്ക് പോയെങ്കിലും വിവിയനെയും സോഫിയയെയും സെക്യൂരിറ്റി ഗാർഡ് പിടിച്ചു. എങ്കിലും അവർ രണ്ടുപേരും ചേർന്ന് അല്പനേരത്തെ മൽപ്പിടുത്തത്തിന് ശേഷം അവനെ ആ ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടു. ഇപ്പൊ ബാക്കിയുള്ളവരെല്ലാവരും രക്ഷപ്പെട്ടു. സോഫിയയും വിവിയനും ആ ഡോക്ടറിന്റെ അടുത്ത് കുടുങ്ങി. ആ സെക്യൂരിറ്റി ഗാർഡുമായി ഉണ്ടായ മൽപ്പിടുത്തത്തിൽ സോഫിയയ്ക്ക് പരിക്കുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു. വിവിയൻ സോഫിയയും പിടിച്ച് അവിടെയുള്ള ഒരു ഗ്രില്ലിനകത്ത് കയറി വാതിൽ ലോക്ക് ചെയ്തു. ആ ഡോക്ടറും അവിടേക്ക് വന്ന് വളരെ ഭവ്യതയോടെ അവരോട് സംസാരിച്ചു. വിവിയനും ഈ സ്കിന്നിന് വേണ്ടിയല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നും പറഞ്ഞ് അവൾ ഒരു കത്തിയെടുത്ത് അവളുടെ മുഖത്ത് മുറിവുകൾ ഉണ്ടാക്കി. ഇത് കണ്ട് ആ ഡോക്ടർ അലറാൻ തുടങ്ങി. കാരണം ആ ഡോക്ടറിന്റെ 16 വർഷത്തെ കഷ്ടപ്പാടായിരുന്നു ഇവരുടെ ഈ ഗ്ലോ സ്കിന്ന്. സോ ദേഷ്യം വന്ന് നിന്നെ ഞാൻ കൊല്ലാതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് പിന്നിലായി 2 ഗാർഡ്സ് നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ഒരു ഡോണിന്റെ കീഴിലാണ് ജോലി ചെയ്യുന്നത്. ആ ഡോണാണ് ഈ ഡോക്ടറിനെ സ്പോൺസർ ചെയ്തിട്ടുള്ളത്. സോ ഇയാളെല്ലാം കുളമാക്കി ആ കുട്ടികളെല്ലാം രക്ഷപ്പെടാൻ വിട്ടതുകൊണ്ട് ഈ ഡോക്ടറിനെ കൊന്നു കളഞ്ഞേക്ക് എന്ന് പറഞ്ഞതും അതുകൊണ്ട് ആ ഗാർഡ്സ് നേരെ ഈ ഡോക്ടറിനെ പിടിച്ചുകൊണ്ടുപോയി. വിവിയനും സോഫിയയും ദേഹത്ത് ബ്ലഡ് എല്ലായി കിടക്കുന്ന സമയത്ത് രാവിലെ അവിടെയുള്ള ഡോറെല്ലാം പൊളിച്ച് കുറച്ചു പേര് അവിടേക്ക് വന്നു. ആരാണെന്നല്ലേ? പോലീസ്. ആ രക്ഷപ്പെട്ടു പോയ പെൺകുട്ടികൾ പോലീസിൽ വന്ന് പറഞ്ഞതുകൊണ്ട് സീക്രട്ട് ആയിട്ട് ഇങ്ങനൊരു സ്ഥലത്ത് ഇങ്ങനൊരു കാര്യം നടത്തിയത് കൊണ്ടും 16 വർഷമായിട്ട് ഈ കേസ് സോൾവ് ചെയ്യാനായി ഒരു ടീമിനെ നിയമിച്ചിരുന്നു. അവർ അവിടേക്ക് വന്ന് വിവിയനെയും സോഫിയയെ രക്ഷിച്ചു. ഇത്രയും കാലം പുറലോകം കാണാതെ ജീവിച്ച സോഫിയയും വിവിയനും ഇപ്പൊ പുറത്തു വന്ന് വെളിച്ചം കണ്ടു, നന്നായി ശ്വാസം എടുത്തു. അങ്ങനെ ഈ സിനിമ അവസാനിച്ചു. ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ബൈ.